ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ്. വിദേശ വ്യവസായിയുടെ മൊഴിയിൽ പരാമർശിച്ച ഡി മണി എന്ന വ്യക്തിയുടെ സാന്നിധ്യം പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഡി മണി എന്ന വിളിപ്പേരുള്ള ധണ്ടിഗൽ സ്വദേശി ബാലമുരുകനാണ്. വിരുദ്ധനഗർ സ്വദേശി ശ്രീകൃഷ്ണനാണ് ഡി മണിയുടെ സഹായി. ശബരിമലയിലെ പഞ്ചലോഹ വിഗ്രഹം കൊണ്ടുപോയത് ഇവരാണെന്നാണ് നിഗമനം. ചെന്നൈ സ്വദേശിയായ ഇയാൾ വിഗ്രഹങ്ങൾ വാങ്ങിയതായി വിദേശ വ്യവസായി മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചെന്നൈയിലുള്ള ഇയാളുടെ സംഘാംഗങ്ങളെ പോലീസ് ഫോണിൽ ബന്ധപ്പെടുകയും കൂടുതൽ അന്വേഷണത്തിനായി SIT സംഘം ചെന്നൈയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ധണ്ടിഗലിലെ ഡി മണിയിലേക്ക് അന്വേഷണം എത്തിയത്. രമേശ് ചെന്നിത്തലയിൽ നിന്നാണ് വിദേശ വ്യവസായിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടിയത്. പുരാവസ്തു കടത്തിൽ ഡി മണിക്ക് പങ്കുണ്ടെന്നാണ് സൂചന. ശബരിമലയിലെ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നും അത് വാങ്ങിയത് ഡി മണിയാണെന്നുമാണ് വ്യവസായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുഖേനയാണ് ഈ വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഡി മണിക്ക് മുഖ്യ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഇയാൾ വിഗ്രഹക്കടത്ത് നടത്തുന്ന ആളാണെന്നും വിവരമുണ്ട്. ഇയാളുടെ യഥാർത്ഥ പേര് ദാവൂദ് മണി എന്നാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പശ്ചാത്തല പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. എന്നാൽ ഡി മണിയെ അറിയില്ലെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. അതേസമയം കേസിൽ ഉൾപ്പെട്ട ഉന്നതർക്കെതിരെ അന്വേഷണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കർദാസ്, N വിജയകുമാർ എന്നിവർ കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്ത് ദേവസ്വം ബോർഡിന്റെ കൂട്ടായ തീരുമാനമായിരുന്നുവെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആരെയും മാറ്റി നിർത്തരുതെന്ന കോടതിയുടെ കർശന വിമർശനത്തിന് പിന്നാലെയാണ് അറസ്റ്റ് ഭയന്ന് മുൻ അംഗങ്ങൾ കോടതിയെ സമീപിച്ചത്. 2019 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ നിരവധി വിദേശയാത്രകൾ മോഷ്ടിച്ച വിഗ്രഹങ്ങൾ കൈമാറാനായിരുന്നു എന്ന് പോലീസ് ബലമായി സംശയിക്കുന്നുണ്ട്. 2020 ഒക്ടോബറിൽ തിരുവനന്തപുരത്തെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് വിദേശ വ്യവസായിയുമായി ചേർന്ന് കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതിനും പോലീസിന് മൊഴികൾ കിട്ടിയിട്ടുണ്ട്. ബാലമുരുകൻ ഔദ്യോഗികമായി പിടിയിലാകുന്നതോടെ കേരളത്തിലെ രാഷ്ട്രീയ ഭരണരംഗത്തെ പ്രമുഖരായ വമ്പൻ സ്രാവുകൾ കൂടി നിയമത്തിന് മുന്നിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. വിഗ്രഹങ്ങൾ ചെന്നൈ വഴി വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയോ എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘം ഇപ്പോൾ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന ഊർജിതമാക്കിയിരിക്കുകയാണ്.